എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3 പ്രകാരം മൊഡ്യൂൾ 3 ഇന്ത്യ ചരിത്രം എന്നുള്ള മൊഡ്യൂൾ 3 പ്രകാരം ഉള്ള ക്ലാസ്സുകളാണ് ആരംഭിക്കുന്നത്. SCRTC പൂർണ്ണമായിട്ടും SCRTC ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. SCRTC മൊഡ്യൂൾ 2 പ്രതിപാദിക്കുന്ന SCRTയിലെ എല്ലാ ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ മുൻ എപ്പിസോഡുകൾ കാണുക. നമ്മളൊരു മാർച്ച് പകുതി ഏപ്രിൽ ആകുമ്പോഴേക്കും SCRT ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ NCERT ചാപ്റ്റേഴ്സ് അനുബന്ധപ്പെട്ടത് ചർച്ച ചെയ്യാം. അഡീഷണലായിട്ട് നമുക്ക് ശ്രീധരൻ മേനോൻ്റെ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, അതുപോലെ വേറെ അഡീഷണൽ ബുക്കിലൊക്കെ ഫാക്റ്റുകൾ ഈ SCRT മുഴുവൻ തീർന്നതിന് ശേഷമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ SCRT പിന്തുടർന്ന് പോരുകയാണെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെച്ചാൽ ഏപ്രിൽ ആകുമ്പോഴേക്കിന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു SCRT മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. 7ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായമായ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇവിടെ കറുത്ത പൊന്നിനുമുണ്ടൊരു കഥ പറ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറുത്ത പൊന്നി എന്ന് പറയുന്നത് കുരുമുളകാണ് കറുത്ത പൊന്നി എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതിലിങ്ങനെ കുരുമുളക് അത് സ്വയം ഒരു ഡയലോഗ് പറയുന്ന പോലെ ഇങ്ങനെ പറയാണ്. പിന്നെ ഇനി കുരുമുളക് എന്തിനാണ് വിദേശികൾ ഉപയോഗിച്ചിരുന്നത് എന്ന് നോക്കിയാൽ അന്ന് ഫ്രീസർ സംവിധാനമൊന്നുമില്ലല്ലോ, ഫ്രിഡ്ജ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ ഇരിക്കാനും ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനുമാണ് കുരുമുളക് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനുമാണ് കുരുമുളക് ഉപയോഗിച്ചിരുന്നത്. അന്ന് ഫ്രീസറൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ ആ കുരുമുളക് തേടിയിട്ടാണ് വിദേശികൾ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഈ ഒരു കോളത്തിൽ നമുക്ക് പറയുള്ളത്. കറുത്ത പൊന്നി എന്ന് പറയുന്നത് കുരുമുളകാണെന്നും അതെന്തിനാണ് ഉപയോഗിച്ചിരുന്നത്, അതിൻ്റെ ഉപയോഗം ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും. ഈ 2 പോയിൻ്റുകളാണ് അതിൽ ഓർക്കാനുള്ളത്. ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയിട്ടാണ് വിദേശികൾ ഇന്ത്യയിലേക്ക് വന്നത്. നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. ഇത്തരം വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്കേ കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പുരാതന കാലം മുതൽ തന്നെ കച്ചവടക്കാർ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ പറയുന്നത് ഈ പാരഗ്രാഫിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. അപ്പോൾ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തിയത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാണ്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. അപ്പോൾ അവർ കീഴടക്കിയപ്പോൾ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം അത് തടസ്സപ്പെടുത്തി. അപ്പോൾ ഈ യൂറോപ്യന്മാർ ഏഷ്യയിലേക്ക് വരാൻ ബദൽ മാർഗം കണ്ടെത്തി. അങ്ങനെയാണ് ഇവർ കടലിലൂടെ ഇന്ത്യയിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതും അങ്ങനെ വാസ്കോ ഡ ഗാമ അതിൽ വിജയിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തുന്നതും. അങ്ങനെ അതിന് ശേഷമാണ് ഓരോരുത്തരായിങ്ങാണ്ട് യൂറോപ്യൻസ് വന്നത്. അതിനുശേഷം ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് അങ്ങനെയാണ് വന്നത്. ഇപ്പോൾ പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം കോഴിക്കോട് സമീപമുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് വാസ്കോ ഡ ഗാമ കോഴിക്കോട് കടപ്പുറത്ത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്ത് കപ്പിലിറങ്ങിയ വർഷം
1498 മെയ്യിലാണ്. 1498 മെയ് മാസത്തിലാണ് വാസ്കോഡ ഗാമ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന സ്ഥലത്ത് പായ്ക്കപ്പലിൽ വന്നിറങ്ങിയത്. 3 കപ്പലുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവ് സാമൂതിരിയായിരുന്നു. സാമൂതിരിയുടെ കീഴിലായിരുന്നു അന്ന് കോഴിക്കോട്. അവിടെ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ വാസ്കോഡ ഗാമക്ക് സാമൂതിരി കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. പക്ഷേ അദ്ദേഹം അവിടുന്ന് നേരെ കണ്ണൂരിലെത്തിയിട്ട് അവിടുന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ചിട്ട് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. പിന്നെ വാസ്കോഡ ഗാമയുടെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി അൽമേഡ, അൽ ബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി ഇവിടെ എത്തി. അപ്പോൾ വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലേക്ക് വന്ന പോർച്ചുഗീസുകാരാണ് അൽമേഡയും അൽ ബുക്കർക്കും. ഗോവ, ദാമൻ ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ ദിയു എന്നിവയായിരുന്നു. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പിന്നെ പോർച്ചുഗീസുമാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പിന്നെ ഇവരെക്കുറിച്ച് പറയാനുള്ളത് പറങ്കികൾ എന്ന് വിളിച്ചിരുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പറങ്കികൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് പോർച്ചുഗീസുകാരാണ്. പറങ്കികളെന്നും നമ്മൾ വിശേഷിപ്പിച്ചിരുന്നു. പിന്നെ പോർച്ചുഗീസുമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കാണുന്ന പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഇവിടേക്ക് കൊണ്ടുവന്ന കാർഷിക വിളകളാണ് പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. അതുപോലെ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായാണ്. അപ്പോൾ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായാണ്. ഇപ്പോൾ പോർച്ചുഗീസുമായി ബന്ധപ്പെട്ട നമ്മൾ ഓർത്തിരിക്കേണ്ടത് തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ട, കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ട, ഈ 2 കോട്ടകൾ. അതേപോലെ പറങ്കികൾ എന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത്. അതേപോലെ പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ. അതേപോലെ അച്ചടി യന്ത്രം, ചവിട്ട് നാടകം. ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ ഇന്ത്യയിലുമായിട്ട് പ്രചരിപ്പിച്ച കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട്. ഇവിടെ കോളത്തിൽ കൊടുത്ത് കണ്ട വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റയക്കുക വഴി ലഭിച്ചത്. അപ്പോൾ വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചിലവായതിൻ്റെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടുന്ന് ചരക്ക് കയറ്റി കൊണ്ടുപോയിട്ട് അവർക്ക് ലഭിച്ചത്. അപ്പോൾ വാസ്കോഡ ഗാമക്ക് ശ്രീധരമേനോൻ്റെ കേരള ചരിത്രത്തിൽ പറയുന്നുണ്ട് വാസ്കോഡ ഗാമക്ക് തിരിച്ചെത്തിയ വാസ്കോഡ ഗാമക്ക് അവിടെ ഒരു രാജകീയ സ്വീകരണം നൽകി എന്നുള്ളത്. അതുപോലെ വാസ്കോഡ ഗാമയെ കേരളത്തിലേക്ക് അയച്ച രാജാവ് ആരാണ്? ഡോം മാനുവലാണ്. ഡോം മാനുവൽ എന്ന പോർച്ചുഗീസ് രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. അപ്പോൾ പോർച്ചുഗീസുകാരെ കുറിച്ച് അവിടെ അതാണ്. ഇനി ഉള്ള പോയിൻ്റ് എന്താ വെച്ചാൽ ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിയാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്ക് ഉണ്ടായിരുന്നില്ല. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. അപ്പോൾ മറ്റ് യൂറോപ്യൻ ശക്തികളുമായി
മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ പോയിൻ്റ് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ. അതുപോലെ മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാന്മാർ ആയിരുന്നു. അപ്പോൾ മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയത് ആരാണ്? ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ കുഞ്ഞാലി മരക്കാന്മാരാണ്. ആരാണ് കുഞ്ഞാലി മരക്കാന്മാരെന്ന് ചോദിച്ചാൽ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാന്മാർ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർ. അപ്പോൾ കുഞ്ഞാലി മരക്കാന്മാർ ആണ് പോർച്ചുഗീസുകാർക്കെതിരെ മലബാർ തീരം കേന്ദ്രീകരിച്ച് ചെറുത്തുനിൽപ്പ് നടത്തിയത്. അപ്പോൾ അത്രയാണ് പോർച്ചുഗീസുകാരെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ സെൻറ്റ് ആഞ്ചലോ, കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയുടെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. SCERT സെൻറ്റ് ആഞ്ചലോ കോട്ട എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത രണ്ടാമതായി വന്ന യൂറോപ്യൻസാണ് ഡച്ചുകാർ. കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു. പോർച്ചുഗീസുകാരുടെ ആണെങ്കിലോ ഗോവ, ഡാമൻ, ദിയു. ഡച്ചുകാരുടെ ആണെങ്കിൽ കൊച്ചിയും കൊല്ലവുമായിരുന്നു. അതുപോലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് പിന്നുള്ളൊരു പഠിക്കാനാണ് നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാൻ റീഡാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഡച്ച് ഗവർണറായ വാൻ റീഡിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഇതിന് അദ്ദേഹത്തെ സഹായിച്ചത് മലയാളിയായ വൈദ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഇട്ടി അച്യുതൻ വൈദ്യരാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ച് ഗവർണറായ വാൻ റീഡാണ്. ഇതിന് അദ്ദേഹത്തെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. അപ്പോൾ ഡച്ചുകാരുടെ ഒരു സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. അപ്പോൾ കച്ചവടം സംബന്ധിച്ചുള്ള തർക്കം കാരണം അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. 1741 കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. അപ്പോൾ 1741 കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഡച്ചുകാരും തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും തമ്മിൽ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരുടെ പടത്തലവനായിരുന്നു ഡിലനോയി ആയിരുന്നു ഡച്ചുകാരുടെ പടത്തലവൻ. അദ്ദേഹത്തെ പിന്നെ മാർത്താണ്ഡവർമ്മ കീഴടക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ പടത്തലവനാക്കി മാറ്റി. അങ്ങനെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയിയാണ്. അപ്പോൾ 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാരെ ലാന്തക്കാർ എന്നും വിളിച്ചിരുന്നു. അപ്പോൾ ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത് ഡച്ചുകാർ. പോർച്ചുഗീസുകാരെ പറങ്കികളെന്നും ഡച്ചുകാരെ ലന്തക്കാർ എന്നുമാണ് വിളിച്ചിരുന്നത്. ഈ കുളച്ചൽ യുദ്ധത്തോടുകൂടി ഡച്ചുകാർക്ക് അവരുടെ ഇന്ത്യയിലെ അടിത്തറ നഷ്ടമായി. അപ്പോൾ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഇനി ഇവിടെ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മുൻ പേജിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡച്ചുകാരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇതിൽ ഓർക്കേണ്ടത് ഹോർത്തൂസ് മലബാറിക്കസ്, അതുപോലെ കുളച്ചൽ യുദ്ധം, ഈ രണ്ട് പോയിന്റുകളാണ് ഇതിൽ നോക്കേണ്ടത്. ഇനിയാണ് ഇംഗ്ലീഷുകാരുടെ വരവ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷമാണ് 1600. എവിടെയാണ്? ലണ്ടനിലാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എവിടെയാണ്? ലണ്ടനിലാണ്. വർഷം 1600.
എന്തിനു വേണ്ടിയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്? ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി. ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടിയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? ഗുജറാത്തിലെ സൂറത്തായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? ഗുജറാത്തിലെ സൂററ്റാണ്. ഗുജറാത്തിലെ സൂററ്റിലായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ചത്. പിന്നീട് മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂററ്റായിരുന്നു. അതിനുശേഷം മദ്രാസ്, ഇന്നത്തെ ചെന്നൈ, കൽക്കത്ത, ഇന്നത്തെ കൊൽക്കത്ത, ബോംബെ, ഇന്നത്തെ മുംബൈ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഇനി ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങൾ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ 1600 ലണ്ടനിൽ വെച്ച് സ്ഥാപിച്ചു എന്ന് പറഞ്ഞ പോലെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. അപ്പോൾ കച്ചവടത്തിന് വേണ്ടി തന്നെയായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും രൂപീകരിച്ചത്. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഇതോടെ കച്ചവട ലക്ഷ്യമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയായിരുന്നു അവയുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അപ്പോൾ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ എന്നിവയായിരുന്നു. പോണ്ടിച്ചേരി, ഇന്നത്തെ പുതുച്ചേരി, അതേപോലെ മാഹി, കാരക്കൽ എന്നിവയായിരുന്നു ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അതുകൊണ്ടാണ് മഴയെ പുഴയെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കാൻ കാരണം ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ഇംഗ്ലീഷ് ചാനൽ. ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇംഗ്ലീഷുകാർ ഭരിക്കുന്നതും അവരുടെ കോളനികളും ഫ്രഞ്ചുകാരുടെ കോളനികളെയും വേർതിരിച്ചിരുന്നതായിരുന്നു മയ്യഴി പുഴ. അപ്പോൾ മയ്യഴി പുഴയെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിച്ചിരുന്നു. ഇനി എന്നാൽ ഫ്രഞ്ചുകാരെ അന്നത്തെ ഭൂപടത്തെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്ത ഇന്ത്യയുടെ രൂപരേഖ നിരീക്ഷിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ പ്രധാനം ഓരോ യൂറോപ്യൻസിൻ്റെയും വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കുകയാണ്. അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇതിൽ നമുക്ക് ദാമൻ ദിയു ആരുടേതായിരുന്നു? ദാമൻ ദിയു, അതേപോലെ ഗോവ ആരുടേതായിരുന്നു? പോർച്ചുഗീസുകാരുടെയായിരുന്നു. അതുപോലെ മാഹി, പോണ്ടിച്ചേരി, കാരക്കൽ എന്നിവ ഫ്രഞ്ചുകാരുടേതായിരുന്നു. കൊച്ചി, കൊല്ലം ഡച്ചുകാരുടേതായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി കച്ചവട കേന്ദ്രം തുടങ്ങിയത് സൂററ്റിലാണ്. സൂററ്റിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി കച്ചവട കേന്ദ്രം തുടങ്ങിയത്. പിന്നീട് അവർ ബോംബെ, പിന്നീട് മദ്രാസ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ അവരുടെ കച്ചവട കേന്ദ്രം അവർ വ്യാപിപ്പിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ലണ്ടനിൽ, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. ഈ 2 വർഷങ്ങളും ഓർത്തിരിക്കണം. ഇനി ഇതിലുള്ളതാണ് കച്ചവടത്തിന് വേണ്ടിയുള്ള മത്സരം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലേ പരാജയപ്പെട്ടു. ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെട്ടതിന് ശേഷം അവർക്ക് ഇവിടുത്തെ അടിത്തറ നഷ്ടമായി. പോർച്ചുഗീസുകാർ പിന്നെ തുടക്കത്തിൽ തന്നെ പിന്മാറിയതാണ്. കാരണം അവർക്ക് അവരുടെ ഈ അധികാര കേന്ദ്രം ഇവിടെ സ്ഥാപിക്കാനുള്ള സൈനിക ശക്തി ഉണ്ടായിരുന്നില്ല. ഇവരോട് കിടപിടിക്കാനുള്ള സൈനിക ശക്തി, സാമ്പത്തിക ശക്തി ഒന്നും ഇല്ലാത്തത് കാരണം അവരും പരാജയപ്പെട്ടു. പിന്നെ ഉണ്ടായത് ഫ്രാൻസുകാരും ഇംഗ്ലീഷുകാരുമാണ്. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായി മത്സരം. അവർ തമ്മിൽ നടത്തിയ മത്സരത്തെ കർണാട്ടിക് യുദ്ധങ്ങളെന്ന് വിളിക്കുന്നു. അപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്താണ്? ഇന്ത്യയിലെ കച്ചവട ആധിപത്യത്തിന് വേണ്ടി ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ നടത്തിയ, അല്ലെങ്കിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധം എന്ന് വിളിക്കുന്നത്. ഇനി അതെന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്നത്തെ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളിലായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളിലായിരുന്നു.
അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങളെന്ന് വിളിക്കാൻ കാരണം തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശത്ത് വെച്ചാണ് ഇവർ തമ്മിൽ യുദ്ധം നടന്നത്. അതുകൊണ്ടാണ് അതിനെ കർണാട്ടിക് യുദ്ധങ്ങളെന്ന് വിളിക്കുന്നത്. കർണാട്ടിക് യുദ്ധം ഉണ്ടായത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ കച്ചവട ആധിപത്യത്തിന് വേണ്ടി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ഈ കർണാട്ടിക് യുദ്ധത്തിൽ പെട്ടത് തന്നെയാണ് വാണ്ടിവാശ് യുദ്ധം. വാണ്ടിവാശ് യുദ്ധവും കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു. വാണ്ടിവാശ് യുദ്ധത്തിന് ശേഷമാണ് പാരീസ് ഉടമ്പടി ഒപ്പുവെച്ചത്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക്. വാണിജ്യാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം അധികാരം നേടുക എന്നതായിരുന്നു. അപ്പോൾ വാണിജ്യാധിപത്യത്തിന് വേണ്ടി അവർ ഫ്രാൻസുകാരോട് മത്സരിച്ച് അതിൽ ഇംഗ്ലീഷുകാർ വിജയിച്ചു. അവരുടെ അടുത്ത ലക്ഷ്യം എന്തായിരുന്നു? അധികാരം നേടുക എന്നായിരുന്നു. ഇപ്പോൾ നിലവിൽ കച്ചവടം കേന്ദ്രങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത ലക്ഷ്യം അവർക്ക് അധികാരം നേടുക എന്നതായിരുന്നു. ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവട കേന്ദ്രം തുടങ്ങിയത് ഗുജറാത്തിലെ സൂററ്റിലായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയത് ബംഗാളിലായിരുന്നു. ബംഗാളിൽ ഇവർ അധികാരം നേടാനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. അപ്പോൾ പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം ഇംഗ്ലീഷ് ഭരണത്തിന് അടിത്തറ പാകി. അവരുടെ അടിത്തറ ഇളക്കിയത് ജാലിയൻ വാലാബാഗ് സംഭവമാണ്. അത് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടിങ് അതുപോലെ ഉണ്ട്. നമ്മൾ SCRT 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളെ മുഴുവൻ ഇതുപോലുള്ള കോട്ടിങ്ങുകൾ വെച്ചിട്ട് ഒരു ഒറ്റ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ അതൊന്ന് കാണുക. 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ കീഴിലായി. അപ്പോൾ 1757 പ്ലാസി യുദ്ധമാണ് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത്. എന്നാൽ 1764 ബക്സർ യുദ്ധം ജയിച്ചതോടെ കമ്പനിയുടെ അധികാരം ബംഗാളിൽ നടപ്പിലായി. അപ്പോൾ പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയത് പൂർണ്ണമായിട്ടും അവർ അധികാരം പിടിച്ചത് 1764 ബക്സർ യുദ്ധത്തിലും വിജയിച്ചതോടെയാണ്. ഇനി നമുക്ക് പ്ലാസിയും ബക്സറും എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറുമായി ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവ് ഉണ്ടാക്കിയ രഹസ്യധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. അപ്പോൾ പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ചതിയായിരുന്നു. ഒരു ചതിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധത്തിൽ ജയിച്ചത്. സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായ മിർ ജാഫറുമായിട്ട് ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവ് ഉണ്ടാക്കിയ രഹസ്യധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചത്. ഈ യുദ്ധത്തിന് ശേഷം മിർ ജാഫറിനെ ബ്രിട്ടീഷുകാർ ബംഗാളിലെ നവാബായി അവരോധിക്കുകയും ചെയ്തു. അപ്പോൾ ബംഗാളിലെ നവാബാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മിർ ജാഫറിനെ കയ്യിലെടുത്തുകൊണ്ട് അങ്ങനെ ചതിയിലൂടെയാണ് സിറാജുദ്ദൗളയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചത്. അതിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് സൈന്യാധിപൻ റോബർട്ട് ക്ലൈവാണ്. എന്നാൽ ബക്സറിലേത് സൈനിക ശക്തിയുടെ വിജയമായിരുന്നു. എന്നാൽ ബക്സർ യുദ്ധം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സൈനിക ശക്തിയുടെ വിജയമായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈനിക ശക്തിയുടെ ആദ്യ വിജയം എന്ന് പറയുന്നത് ബക്സർ യുദ്ധമാണ്. ഷാ ആലം രണ്ടാമൻ, മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമനും ഷൂജാഉദ്ദൗള, അവധിലെ നവാബായ ഷൂജാഉദ്ദൗള, അതുപോലെ മുൻ ബംഗാൾ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ബക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് ഒരു വൻ സൈന്യത്തെയായിരുന്നു. അവധിലെ നവാബായ ഷൂജാഉദ്ദൗള, മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ, അതുപോലെ മുൻ ബംഗാൾ ഗവർണറായ മിർ കാസിം എന്നീ 3 ആളുകളുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഇത് ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തിയുടെ വിജയം എന്ന് പറയാൻ കാരണം.
അപ്പോൾ പ്ലാസിയും ബക്സറും ഓർത്തിരിക്കുക. വർഷം പ്ലാസി യുദ്ധം 1757, ബക്സർ 7 വർഷത്തെ പ്ലാസി യുദ്ധം നടന്ന് 7 വർഷത്തിന് ശേഷം 1764 ബക്സർ യുദ്ധവും നടന്നു. ഇനി ആധിപത്യം വ്യാപിക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യങ്ങൾ അവർ വ്യാപിക്കാനുള്ള ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശം. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. അപ്പോൾ മൈസൂർ കീഴടക്കാനാണ് പിന്നീട് ബ്രിട്ടീഷുകാർ നോക്കിയത്. അപ്പോൾ മൈസൂർ ഹൈദർ അലിയുടെയും ടിപ്പുവിൻ്റെയും നേതൃത്വത്തിൽ മൈസൂർ വൻ ശക്തികളായിരുന്നു. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ പ്രബലമായൊരു നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. മൈസൂരിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. അപ്പോൾ മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രേരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ മൈസൂരിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിപ്പിച്ചു. അപ്പോൾ മലബാറിൽ ബ്രിട്ടീഷുകാർക്ക് കച്ചവട കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അവരെ കച്ചവടങ്ങളെ തടസ്സപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ മൈസൂർ കീഴ്പ്പെടുത്താൻ നോക്കിയത്. ഫ്രഞ്ചുകാരുമായ ടിപ്പു സുൽത്താനുണ്ടായ സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഒരു കാരണം ഇതാണ്, മലബാറിലെ കച്ചവടത്തിന് തടസ്സമാകും എന്നുള്ള പ്രശ്നം. പിന്നെ ഇത് ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന സൗഹൃദവും ബ്രിട്ടീഷുകാരെ ചൊടിപ്പിച്ചു. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് മൈസൂർ കീഴടക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കിയത് ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. അപ്പോൾ 4ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണം വരിച്ചത്. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ മൈസൂർ, കൂർഗ് എന്നിവ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ യുദ്ധം 4ാമത്തെ മൈസൂർ യുദ്ധമാണ്. അപ്പോൾ അതിൻ്റെ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ശ്രീരംഗപട്ടണ ഉടമ്പടി എന്താണെന്ന് നോക്കാം. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. അപ്പോൾ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി. ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത് 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ്. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത്. 4ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് ഉടമ്പടി ഒപ്പുവെച്ചത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായത് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഓർക്കുക. വർഷം 1792. പിന്നെ ഇതിൽ ടിപ്പു സുൽത്താനെ കുറിച്ച് ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി എക്സ്ട്രാ നമ്മൾ പഠിക്കാനുണ്ട്. എക്സ്ട്രാ കുറച്ച് ഫാക്റ്റ് വരുന്നുണ്ട്. ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അത് ഞാൻ വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണക്റ്റഡ് ഫാക്റ്റ് ഒന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് പറഞ്ഞുതരാം. അഡീഷണൽ റീഡിങ്ങിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ മൈസൂർ കീഴടക്കിയെന്ന് പറഞ്ഞു. മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇത് മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. അപ്പോൾ മറാത്ത കീഴടക്കാൻ പ്രധാന കാരണം എന്തായിരുന്നു? മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് മറാത്തികൾ തടസ്സം സൃഷ്ടിച്ചപ്പോൾ മറാഠ കീഴടക്കാൻ നിർബന്ധിതനായി. മൈസൂർ കീഴടക്കാൻ ടിപ്പു സുൽത്താന് ഫ്രഞ്ചുകാരുമായിട്ടുള്ള സൗഹൃദവും അതുപോലെ മലബാറിലേക്ക് മൈസൂരിൻ്റെ ആധിപത്യം വ്യാപിച്ചതുമായിരുന്നു കാരണം. മറാത്ത കീഴടക്കിയതിന് ശേഷം സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ രാജ്യങ്ങളും അവർ കീഴടക്കി. അപ്പോൾ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും മറാത്തയ്ക്ക് ശേഷം അവർ കീഴടക്കി. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലമായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കി.
കീഴടക്കിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. മറ്റു ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ വരുതിയിലാക്കിയത്. അപ്പോൾ സൈനിക ശക്തി ഉപയോഗിച്ച് ചിലവരെ കീഴടക്കി, ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങളെ നിയമനിർമ്മാണം കൊണ്ടും അതുപോലെ ഉടമ്പടികൾ കൊണ്ടും കൂടി അവരുടെ വരുതിയിലാക്കി. അങ്ങനെയുള്ള ഒരു നിയമനിർമ്മാണവും ഉടമ്പടിയുമാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന ഉടമ്പടിയിലൂടെ കുറേ നാട്ടുരാജ്യങ്ങളെ അവരുടെ വരുതിയിലാക്കി. അപ്പോൾ റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയതാണ് സൈനിക സഹായ വ്യവസ്ഥ. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് ചോദിച്ചാൽ റിച്ചാർഡ് വെല്ലസ്ലിയാണ്. അതേപോലെ ദത്താവകാശ നിരോധന നിയമത്തിലൂടെയും ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങളെ അവരുടെ കീഴിലാക്കി. അപ്പോൾ ദത്താവകാശ നിരോധനം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭുവാണ്. അപ്പോൾ ദത്ത് എന്നുള്ളത് എന്നുണ്ട്, അതിൽ തന്നെ നമുക്ക് ഡെൽഹൌസി എന്ന് കിട്ടുമല്ലോ. അതേപോലെ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ഡെൽഹൌസി പ്രഭു, ദത്താവകാശ നിരോധനം എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കോളത്തിൽ വരുന്നതാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ. അപ്പോൾ ഹൈദരാബാദും തഞ്ചാവൂരും ഇൻഡോറുമാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ. ഇത് നമുക്ക് ജോഡി തിരഞ്ഞെടുക്കാനുണ്ടാവും. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത് ഏത്, ഒപ്പുവെക്കാത്തത് ഏത് എന്നുണ്ടാവും. അതുപോലെ ശരിയായ ജോഡി, തെറ്റായ ജോഡി എന്നുണ്ടാവും. അപ്പോൾ ഈ കോളങ്ങളിൽ വരുന്നതും ബുള്ളറ്റ് വരുന്നതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബുള്ളറ്റ് വരുന്ന അധികവും സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതായിരിക്കും. ഇത് അധികവും ശരിയായ ജോഡി, തെറ്റായ ജോഡിയോ അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ, അത് ഓർത്തിരിക്കുക. ഇനി അന്നത്തെ അവരുടെ അധിനിവേശത്തിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, അവരുടെ കീഴിലുള്ള പ്രദേശങ്ങൾ. ഇനി ഉള്ള അടുത്ത കോളമാണ് ദത്താവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞ ഉടമ്പടിയായിരുന്നു. അപ്പോൾ അതിലൂടെ ഒപ്പുവെച്ച് അവർ ബ്രിട്ടീഷുകാരുടെ ഭാഗമായി. എന്നാൽ ദത്താവകാശ നിരോധനം എന്ന് പറഞ്ഞ ഒരു നിയമമായിരുന്നു ഡെൽഹൌസി പ്രഭു നടപ്പിലാക്കി. ആ നിയമത്തിലൂടെ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദത്താവകാശ നിരോധന നിയമത്തിലൂടെ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങളാണ് ദത്താവകാശ നിരോധന നിയമത്തിലൂടെ പിടിച്ചെടുത്തത്. ഇനി നമുക്ക് ദത്താവകാശ നിരോധന നിയമവും സൈനിക സഹായ വ്യവസ്ഥയും എന്താണെന്ന് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയിരുന്നു. അതായത് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടിയായിരുന്നു. അപ്പോൾ അതിൽ ഒപ്പുവെച്ച ആളുകൾക്ക് കമ്പനി സുരക്ഷ ഉറപ്പ് വരുത്തിയിരുന്നു. അതായത് അവരുടെ രാജ്യത്തെ കമ്പനി ആക്രമിക്കില്ല, മറ്റു ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. ഇതിൽ ഒപ്പുവെച്ചതിന് ശേഷം രാജ്യത്തിൻ്റെ ഭരണം, പേരിന് രാജാക്കന്മാരുണ്ടാകും, പക്ഷേ യഥാർത്ഥത്തിൽ ഭരണം കൈയാളിയിരുന്നത് കമ്പനിയുടെ പ്രതിനിധികൾ തന്നെയായിരുന്നു. കമ്പനി വെക്കുന്ന പ്രതിനിധികളായിരുന്നു യഥാർത്ഥത്തിൽ ഭരണം കൈയാളിയിരുന്നത്. അപ്പോൾ ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ. അത് നടപ്പാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ്. അതിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു: ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ. ഇനി അടുത്ത ഇത് നമ്മൾ പറഞ്ഞു, ദത്താവകാശ നിരോധന നിയമം ഡെൽഹൌസി പ്രഭുവാണ് നടപ്പിലാക്കിയത്. അതെന്താണെന്ന് നോക്കാം. പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. പുരുഷന്മാരായിട്ട് അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ ആൺകുട്ടികളെ ദത്തെടുക്കുന്ന ഒരു സമ്പ്രദായം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ദത്തെടുക്കുന്ന കുട്ടികൾക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. അതായത് അടുത്ത തലമുറയിൽ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളെ ദത്തെടുത്തുകൊണ്ട് അവർക്ക് രാജാധികാരം കൊടുത്തിരുന്ന ഒരു രാജാധികാരം കൊടുത്തിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നു. അതുപോലുള്ളൊരു സമ്പ്രദായം
പഴയകാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെയാണ് ദത്താവകാശ നിരോധന നിയമം എന്ന നിയമം നടപ്പിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ ഡൽഹൌസി പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചത്. അപ്പോൾ അവർക്ക് പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായി. അപ്പോൾ ദത്താവകാശ നിയമന നിരോധനത്തിലൂടെ ദത്തെടുക്കാനുള്ള അവകാശം ഇല്ലാതാക്കി. കൂട്ടത്തിലുള്ള അടുത്ത നിയമം എന്തായിരുന്നു? അങ്ങനെ ഒരു രാജ്യം അനന്തരാവകാശം ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കണം. ഇങ്ങനെ ഈ രണ്ട് വ്യവസ്ഥകളായിരുന്നു ദത്താവകാശ നിരോധന നിയമത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ രാജ്യങ്ങൾ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിയമനം നടപ്പിലാക്കിയത്. അതിലൂടെ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ. ആയിരത്തി 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിൽ വന്ന പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണം നടപ്പിലാക്കിയപ്പോൾ 1857 ആയപ്പോഴേക്കും എല്ലാം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായി. അവിടെ ഏകീകൃത ഭരണം നടപ്പിലാക്കി. ഇനി ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. കമ്പനി യുദ്ധങ്ങൾ വഴി പിടിച്ചത് എന്തൊക്കെയാണ്? യുദ്ധങ്ങൾ വഴി പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം ബംഗാൾ പിടിച്ചു. അതുപോലെ മൈസൂർ യുദ്ധം വഴി മലബാർ, കൂർഗ് പിടിച്ചു. മറാത്ത യുദ്ധം വഴി മറാത്ത പിടിച്ചു. നിയമനിർമ്മാണങ്ങൾ വഴി സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഹൈദരാബാദ്, തഞ്ചാവ്, ഇൻഡോർ പിടിച്ചു. ദത്താവകാശ നിരോധനത്തിലൂടെ ഝാൻസി, സത്താറ, നാഗ്പൂർ, സാമ്പൽപൂർ എന്നീ നാട്ടുരാജ്യങ്ങളും പിടിച്ചു. അതിനുശേഷം കീഴടക്കിയ പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കി. ഈ ഒരു പാഠത്തിൻ്റെ മൊത്തം സംഗ്രഹം ചെറിയൊരു ചാർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സംഗ്രഹം എന്ന് പറഞ്ഞാണ്ട് കൊടുത്തത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഈ പാഠത്തിൽ ഇതുവരെ എന്താ പഠിച്ചത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു പോർച്ചുഗൽ, നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവ. അപ്പോൾ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾ ആദ്യം എത്തിയത് പോർച്ചുഗൽ, പിന്നീട് പിന്നെ നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്ന് പറയുന്നത് ഫ്രഞ്ചുകാർ, നെതർലാൻഡ് എന്ന് പറയുന്നത് ഡച്ചുകാരാണ്. അപ്പോൾ ഡച്ചുകാരെ ലന്തക്കാർ എന്നും പറയും, നെതർലാൻഡ് എന്നും പറയും. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളെ സ്വാധീനിച്ചു. കച്ചവടാധിപത്യത്തിന് വേണ്ടി ഈ രാജ്യങ്ങൾ നടത്തിയ മത്സരത്തിൽ വിജയിച്ചത് ഇംഗ്ലണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു, കർണാട്ടിക് യുദ്ധമൊക്കെ പറഞ്ഞു. യുദ്ധങ്ങളിലൂടെയും ഉടമ്പടികളുടെയും നാട്ടുരാജ്യങ്ങൾ വരുതിയിലാക്കിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറി. അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇന്ത്യയിലേക്ക് കടൽമാർഗം വാണിജ്യപാത കണ്ടെത്തിയത് പോർച്ചുഗൽ, നെതർലാൻഡ്, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടക്കാർ ഇവിടെ എത്തിയെന്ന് വിലയിരുത്തുന്നു. ഇത് നമ്മൾ വിലയിരുത്താനാണ് ഇതുവരെ പഠിച്ചത്. അതുപോലെ കച്ചവട കുത്തക നേടിയ ഇംഗ്ലീഷുകാർ ഇവിടെ രാഷ്ട്രീയ അധികാരം സ്ഥാപിച്ചത് എങ്ങനെയാണെന്ന് വിശദമാക്കുന്നു. സൈനിക ശക്തികളും ഉടമ്പടികളും വഴി ഇംഗ്ലീഷുകാർ നാട്ടുരാജ്യങ്ങളുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ സൈനിക സഹായ വ്യവസ്ഥയും പിന്നെ അതുപോലെ ദത്താവകാശ നിരോധന നിയമങ്ങളും. ഇനി പഠിച്ചത് വിലയിരുത്താമെന്നുള്ളത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഇന്ത്യയിലേക്കുള്ള കടൽമാർഗം വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു. എന്തുകൊണ്ട് എന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. കാരണം 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ ഏഷ്യയും യൂറോപ്പുമായുള്ള കച്ചവട ബന്ധം അത് തടസ്സപ്പെടുത്തി എന്നുള്ളതൊക്കെ. പിന്നെ കർണാട്ടിക് യുദ്ധം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഈ പഠന പ്രവർത്തനത്തിൽ വരുന്നതാണ് കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പ്ലാസി യുദ്ധം, കുളച്ചൽ യുദ്ധം, ഡച്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി, വാസ്കോ ഡ ഗാമ കോഴിക്കോട്ട് എത്തി. ഇത് കാലഗണക്രമത്തിൽ അടയാളപ്പെടുത്തിയാൽ എങ്ങനെയാണ്? ഫസ്റ്റ് നടന്നത് എന്താണ്? വാസ്കോ ഡ ഗാമ കോഴിക്കോട്ട് എത്തിയതാണ് 1498 മെയ് മാസത്തിലാണ്. പിന്നീട് പോർച്ചുഗീസുകാർക്ക് ശേഷം കച്ചവടത്തിനെത്തിയത് ഡച്ചുകാരാണ്. അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി രണ്ടാമത്തെ കാര്യമാണ്.
പിന്നെ ഡച്ചുകാരുമായി മാർത്താണ്ഡവർമ്മ നടത്തിയ കുളച്ചൽ യുദ്ധം 1741. അപ്പോൾ അതാണ് മൂന്നാമത്തേത്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം 1757. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. ആദ്യത്തെ സംഭവം വാസ്കോഡഗാമ എത്തി, പിന്നെ ഡച്ചുകാർ എത്തി, പിന്നെ കുളച്ചൽ യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ, അതിനുശേഷം പ്ലാസി യുദ്ധം. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പഠന പ്രവർത്തനം നോക്കാൻ കാരണം. ഇനി ഇവിടെ എ വിഭാഗത്തിലെ 2 ഘടകങ്ങളുടെയും പരസ്പര ബന്ധം കണ്ടെത്തി അതുപോലെ ബി വിഭാഗത്തിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഈ പഠന പ്രവർത്തനം നമ്മൾ നോക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് മുൻപ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ ഇതും കൂടി നോക്കി പോകുന്നത്. ഗോവ എന്ന് പറഞ്ഞു, പോർച്ചുഗീസ്. എന്താണ് ഇത് ബന്ധം? അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ കച്ചവട കേന്ദ്രമായിരുന്നു ഗോവ. അങ്ങനെയാണെങ്കിൽ പോണ്ടിച്ചേരി ആരുടെ കച്ചവട കേന്ദ്രമാണ്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി എന്നിവ ആരുടെ കച്ചവട കേന്ദ്രമാണ്? ഫ്രഞ്ചുകാരുടെ കച്ചവട കേന്ദ്രമാണ്. ഇനി സൈനിക സഹായ വ്യവസ്ഥ റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു. അങ്ങനെയാണെങ്കിൽ ദത്താവകാശ നിരോധനം ആരാണ്? ഡി എന്നുണ്ടല്ലോ, അത് ദത്താവകാശം നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഡി എന്ന് എഴുതില്ല. അപ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലോ ഡൽഹൌസി പ്രഭു. അപ്പോൾ ദത്താവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭു. അപ്പോൾ ഇങ്ങനെ ഈ പഠന പ്രവർത്തനം ഒന്ന് നോക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഇനി അടുത്തൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളിന്ന് തുടങ്ങി നമ്മളെ മൊഡ്യൂൾ 3 ഇന്ത്യ ചരിത്രം നമ്മളിന്ന് തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എനിക്ക് എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ പറയാനുള്ളത്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.